യെസ് മക്കളെ, ഹായ്. നമ്മുടെ ഓണപരീക്ഷ അടുത്തെത്തി അല്ലേ? ഓണപരീക്ഷ അടുത്തെത്തി. നമുക്ക് എന്താണ്, തറോ റിവിഷൻ ആണ് ഇനി വേണ്ടത് അല്ലേ? തറോ റിവിഷൻ, പക്കാ റിവിഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നല്ല 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, അതുപോലെ എന്താണ്, പുതിയ സിലബസിൽ വന്നിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, തറോ പ്രിപ്പറേഷൻ, എപ്പോഴും നമ്മൾ തറോ ആയിട്ടുള്ള ആ ഒരു പഠിത്തമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ലൊരു സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ചാപ്റ്റർ, നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഹിന്ദിയിൽ 5 ചാപ്റ്റർ ആണുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഏതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോകുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അല്ലേ? എന്താണെന്ന് നോക്കാം. യെസ്, എന്താണ്, ഛട്പട് ഓർ നട്ഖട് എന്നുള്ളതാണ് നമ്മുടെ പുതിയ ചാപ്റ്റർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മേജർ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ യൂണിറ്റ് 1 ചാപ്റ്റർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഛട്പട് നട്ഖട്. നോക്കിയാലോ? യെസ്, എന്താണ് മക്കളെ സൂചന? ഛട്പട് और नटखट कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखिए. മക്കളെ, ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു പാറ്റേൺ അല്ലെ? പ്രോസ് ആണെങ്കിലും അല്ലെങ്കിൽ പോയം ആണെങ്കിലും എന്ത് ചെയ്യും, ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് തന്നിരിക്കുന്ന നോക്കിയാൽ മക്കളെ, ആ ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്താണ്? छटपट परेशान हो जाता और घर लौटकर मां से शिकायत करता, मां छोटा बहुत परेशान करता है. छोटा है ना, मां मुस्कुरा देती, और बेड़ो को तो छोटे का ध्यान रखना ही पड़ता. അല്ലേ? ഛട്പട് വന്ന അമ്മയോട് നട്ഖടിനെ പറ്റി പരാതി പറയുമ്പോൾ അമ്മയുടെ റിപ്ലൈ ആണ് ക്വസ്റ്റ്യൻ അല്ലെ? അതാണ് ആ പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ഇനി മക്കളെ, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, और बेड़े को तो छोटे का ध्यान रखना ही पड़ता है, ये किसने कहा? ആരായിരിക്കും മക്കളെ ചോദിച്ചത്? നോക്കിയാലോ? യെസ്, ആരാണ്? മാനെ കഹ അല്ലെ? ഈ ഡയലോഗ് പറഞ്ഞത് ആരാണ്? വലിയവർ ചെറിയവരെ നോക്കണം എന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് അല്ലെ? യെസ്, ഓക്കെ ആണല്ലോ? നോക്കോ, അടുത്ത് നോക്കാം. യെസ്, എന്താണ് മക്കളെ? ഓക്കെ, कोष्टक से दिए, कोष्टक में दिए शब्दों की सहायता से वाक्य को आगे बढ़ाए. അല്ലെ? എന്താണ് കോഷ്ടകിൽ തന്നിരിക്കുന്നത്? തന്നിരിക്കുന്ന 2 കോഷ്ടകിൽ 2 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താണ്, അതിനെ വെച്ചുകൊണ്ട് വാക്യത്തിനെ എന്താണ്, ആകെ ബിടായി എന്നാണ് നിങ്ങൾ പറയുന്നത്. വാക്യത്തെ എന്ത് ചെയ്യുക, രൂപീകരിക്കുക എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ എന്തായിരിക്കാം, നിങ്ങൾക്ക് മിക്കവാറും വരാറ് ഈ ഒരു ഫോർമാറ്റ് ആണ് അല്ലെ? വാക്യ പിരമിഡ് എന്നൊരു ഫോർമാറ്റിലേക്കാണ് വരാറ് അല്ലെ? അപ്പൊ എന്താണ് വാക്യ പിരമിഡ്? ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുക, ബേസിക് എന്ന് പറയുന്നത് ടു ഇലാബറേറ്റ്, എങ്ങനെയാണ് ഒരു ലാംഗ്വേജിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെന്റൻസ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കി, എവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കി. ധ്യാൻ രഹനാപ്പെടുത്ത, ചോട്ടേക്കാ ധ്യാൻ രഹനാപ്പെടുത്ത. നോക്കാം നമുക്ക്. യെസ്, എന്താണ് ഒന്നാമത്തെ തന്നിരിക്കുന്നത് മക്കളെ? ധ്യാൻ രഹനാപ്പെടുത്ത. ഓക്കെ ആണല്ലോ? നമുക്ക് രണ്ടാമത്തെ നോക്കാം. യെസ്, എന്താണ്? ചോട്ടേക്കാ ധ്യാൻ രഹനാപ്പെടുത്ത അല്ലെ? എന്താണ്? ധ്യാൻ രഹനാപ്പെടുത്ത വന്നു, ചോട്ടേക്കാ ധ്യാൻ രഹനാപ്പെടുത്ത. ഇത് രണ്ടും തന്നു. ഇനി 3ഉം 4ഉം ആണ് നമ്മളോട് ചോദിക്കുന്നത്. ബ്രാക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? ബ്രാക്കറ്റിൽ ഹമേശ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബെഡോക്കോ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായിരിക്കും നോക്കിയാലോ? യെസ്, എന്താണ്? ഹമേശ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ പടുത്താ ഹെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇളയവരെ, ചെറിയവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ. സെറ്റ് അല്ലേ? ഇനി നാലാമത്തെ എന്തായിരിക്കും? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ബെഡോംകോ എന്നുള്ളത് വെച്ച് ആഡ് ചെയ്യും. എങ്ങനെയാണ്? ബെഡോംകോ ഹമേശ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ പടുത്താ ഹെ. വലിയവർ എപ്പോഴും ഓൾവേസ് എന്ത് ചെയ്യണം? ചെറിയവരെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? വാക്യ പിരമിഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത സെറ്റിലേക്ക്. യെസ്, എന്താണ് അടുത്ത്? ഛട്പട് ക്യോ പരേശാൻ ഹെ. അതിൽ നിന്ന് വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഛട്പട് പരേശാൻ ആയിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും മക്കളെ? നോക്കിയാലോ? യെസ്, എന്താണ്? നോക്കാം. നട്ഖട് ബഹുത് സ്യാദാ നട്ഖട് ഹെ, वो हमेशा एक एक समस्या बनाता है. എന്താണ്? നട്ഖട് വളരെ എന്താണ്, ഭയങ്കര നട്ഖടാണ്, വളരെ നോട്ടിയാണ്. അതുകൊണ്ട് അവൻ എപ്പോഴും എന്താണ്, ഏകേക്ക് സമസ്യ, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? യെസ്, എന്താണ് നോക്കിയ മക്കളെ, അവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? ഛട്പട് ക്യോ പരേശാൻ ഹേ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഛട്പട് പരേശാൻ ഹേ ക്യോങ്കി എന്താണ്, നട്ഖട് ബഹുത് സ്യാദാ നട്ഖട് ഹെ അല്ലെ? ആ ക്യോം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഛട്പട് പരേശാൻ ഹെ. ഏത് ക്യോം ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടന്റ് ആണ്, ക്യോം ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം? ക്യോമിനെ മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഒരുമിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഛട്പട് പരേശാൻ ഹെ ക്യോം കി
എന്താണ് നട്ഖഡ് ബഹുത് സ്യാദാ നട്ഖഡ് ഹേ വോ ഹമേശ ഏക് ഏക് സമസ്യ ബനാതാ ഹേ. ഷഡ്പട് വളരെ എന്താണ് ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം എന്താണ് നട്ഖഡ് വളരെ നോട്ടിയാണ്. അവൻ ഓരോരോ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സെറ്റ് അല്ലേ? ഇനി ചോദിക്കുന്നത് എന്താ നോക്കിയ മക്കളെ, കഹാനി കെ ആധാർ പർ ചാർ വാക്യ ചാർ സഹി പ്രസ്താവ് ചുൻകളെ. എത്ര എണ്ണം തന്നിട്ടുണ്ടെന്ന് നോക്കി, ഇവിടെ കൊന്നിരിക്കുന്ന നോക്കി. ഛട്പട് ഓർ നട്ഖഡ് അപ്പനെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹെ. അവര് തന്റെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നട്ഖഡ് കോ ഗിഡ്ഡി പൈർന ആത്താ ഹെ. നട്ഖഡിന് എന്താണ് ഇങ്ങനെ കല്ലെറിയുന്ന രീതിയാണ്. ഗിഡ്ഡി പൈർന എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കല്ലെറിയുന്നതാണ് ഗിഡ്ഡി പൈർന എന്ന് പറയുന്നത് അല്ലേ മക്കളെ? യെസ്, ഗിഡ്ഡി പൈർന ആത്താ ഹെ. നട്ഖഡ് കോ തൈർന ആത്താ ഹെ. നട്ഖഡിന് നീന്താൻ അറിയാം. छटपड़ 5वीं कक्षा में पढ़ता है. छटपड़ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. छटपड़ को स्कूल के रास्ते में रुककर छोटे का इंतजार करना पड़ता. ഛട്പടിന് സ്കൂളിലെ വഴിയിൽ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള വഴിയിൽ നിന്നിട്ട് അനിയനെ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എന്താണ്, നട്ഖഡ് തീസരി കക്ഷാമയും പഠിത്താ ഹെ. നട്ഖഡ് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എത്രയാണ്, 2, 4, 6 സ്റ്റേറ്റ്മെന്റ് തന്നു. ഇതിൽ നിന്ന് 4 സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാനാണ് പറയുന്നത്. 4 സ്റ്റേറ്റ്മെന്റിനും കൂടി എത്ര മാർക്കായിരിക്കും മക്കളെ? 4 മാർക്കാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. യെസ്, നമുക്ക് നോക്കാം. എന്താണ്? യെസ്, 4 കറക്റ്റ് ആയിട്ട് നോക്കിയേ. നട്ഖഡ്കോ ഗിഡ്ഡി പൈർന ആത്താ ഹെ. നട്ഖഡിന് വെള്ളത്തിൽ ഇങ്ങനെ കല്ലുകൾ എറിയാൻ അറിയാം. പിന്നെയോ ഛട്പട് 5वीं കക്ഷാമയും പഠിത്താ ഹെ. നട്പട് എവിടെയാണ്? ഛട്പട് പഠിക്കുന്നത് എത്രയാണ്? 5ലാണ്. ഇനി ഛട്പട് കോ സ്കൂൾ കെ രാസ്തേ മേ രുക്കർ എന്താണ്, ചോട്ടേക്ക ഇന്തസാർ കർണാ പഠിത്ത അല്ലെ. ചെറിയ ആളെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി എന്താണ് മക്കളെ, നട്ഖഡ് തീസരി കക്ഷാമയും പഠിത്താ ഹെ. നട്ഖഡ് എന്താണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കാര്യമൊക്കെ ആണല്ലോ. ഈ 4 പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്കായി മക്കളെ? നിങ്ങൾക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി അല്ലെ? 4 മാർക്കിന്റെ ആൻസർ ആയി നിങ്ങൾക്ക് കിട്ടുന്നത്. സെറ്റ് അല്ലേ? യെസ്, നമുക്ക് അടുത്ത് നോക്കിയാലോ മക്കളെ. യെസ്, എന്താണ് അടുത്ത മക്കളെ? വീണ്ടും വന്നിരിക്കുകയാണ്. സൂചന ഛട്പട് और नटखड़ कहानी का ए अंश पढ़े प्रश्नों के उत्तर लिखे. അല്ലേ? ഛട്പട് നട്ഖഡിലെ ഈ ഭാഗം വായിക്കുക, പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക. എന്താണ്? ഛട്പട് को तैरना आता था, उसने छड़ अपना बस्ता पीढ़ से അല്ലേ പീഡ് സെ ഉത്തർക്കർ പുൽ കി മുണ്ടേർ പർ രഖാ. എവിടെയായിരുന്നു? നട്ഖഡ് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ഛട്പട് എന്ത് ചെയ്യും? ഛട്പടിന് നീന്താൻ അറിയാമായിരുന്നു. ഛട്പട് എന്ത് ചെയ്യും? തന്റെ ബാഗ്, പുറത്തുനിന്ന് ബാഗ് ഊരി ആ പാലത്തിന്റെ മുകളിൽ, കൈവരിയുടെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? നദീമേ കൂത് പട നദിയിലേക്ക് എടുത്ത് ചാടും. ദോടി ദൂർ തൈർനേക്കെ ബാദ് കുറച്ചു നേരം നീന്തിയിട്ട് എന്ത് ചെയ്യും? ഉസ്നെ നട്ഖഡ് കോ പക്കട്ട് ലിയ ഓർ കിനാരെ പർ ലേ ആയ. എന്താണ്? നീന്തി ചെന്ന് നട്ഖഡിനെ രക്ഷപ്പെടുത്തി എന്ത് ചെയ്യും? അടുത്തേക്ക് വരുന്നു. ഈ പാരഗ്രാഫ് തന്നു. ഇനി എന്താണ്? നമൂനാക്കെ അനുസാർ ലിഖി. എക്സാമ്പിളിനെ വെച്ചിട്ട് മക്കളെ, ഇത് സാമാന്യ വർത്തമാന കാലവും താത്കാലിക വർത്തമാന കാലവും തമ്മിൽ എഴുതാനുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ്. ഇത് നോക്കിയേ, ഇതാണ് സാമാന്യ വർത്തമാന കാലം അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇതാണ് താത്കാലിക വർത്തമാന കാലം. അപ്പൊ നോക്കിയേ, ഇവിടെ വരുന്ന എങ്ങനെയാന്ന് നോക്കിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ക്രിയ അല്ലെ? ക്രിയയിലെ ക്രിയാധാതുവിന്റെ കൂടെ, ക്രിയാധാതു നോക്കാം, ക്രിയാധാതുവിന്റെ കൂടെ പ്ലസ് താ ഹേ അല്ലെങ്കിൽ തേ ഹേം അല്ലെങ്കിൽ എന്താണ് തീ ഹേം ഹേം ഹേ അല്ലെങ്കിൽ ഹേം. മക്കൾ ശ്രദ്ധിക്കുക, ഇത് സാമാന്യ വർത്തമാന കാലത്തിൽ വരും. ഓക്കെ ആണല്ലോ? ഇത് സാമാന്യ വർത്തമാന കാലത്തിൽ വരും ആണല്ലോ. ക്രിയാധാതുവിന്റെ കൂടെയുള്ള താ നമുക്ക് എങ്ങനെ ചെയ്യാം? അതിനെ ഷോർട്ട് ചെയ്ത് എഴുതാവുന്ന രീതിയിലേക്ക് എങ്ങനെ എഴുതാം മക്കളെ? നമുക്ക് ശ്രദ്ധിക്കാം ഒന്നും കൂടി. എന്താണ്? ക്രിയാധാതുവിന്റെ കൂടെ ശ്രദ്ധിക്കുക, ക്രിയാധാതു എന്ന് പറയുന്നതാണ് റൂട്ട് വെർബ്. ഓക്കെ ആണല്ലോ? ക്രിയാധാതു എന്ന് പറയുന്നതാണ് റൂട്ട് വെർബ്. ഈ റൂട്ട് വെർബിന്റെ കൂടെ താ തേ തീ ഹേ അല്ലെങ്കിൽ ഹേം, അതിന്റെ ഉപയോഗമാണ് സാമാന്യ വർത്തമാന കാലത്തിൽ വരുന്നതെങ്കിൽ താത്കാലിക വർത്തമാന കാലത്തിലേക്ക് വരുമ്പോൾ എന്താ? ഇവിടെ നോക്കാം, ക്രിയാധാതു റൂട്ട് വെർബ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ക്രിയാധാതു ആണ് അല്ലെ? സാമാന്യ വർത്തമാന കാലത്ത് നമ്മൾ പറയുന്നത് സാമാന്യ വർത്തമാന കാലത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ക്രിയാധാതു, അതായത് റൂട്ട് വെർബ്. റൂട്ട് വെർബിന്റെ കൂടെ എന്ത് വരും? താ തേ തീ, അതായത് സിംഗുലർ, മെയിൽ സിംഗുലർ, മെയിൽ പ്ലൂറൽ, ഫീമെയിൽ സിംഗുലർ ഓർ പ്ലൂറൽ. ഓക്കെ ആണല്ലോ? താ തേ തീ വരും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? താ തേ തീയുടെ കൂടെ എന്ത് വരും? നമുക്ക് ഹേ അല്ലെങ്കിൽ ഹേം. ഹേ ആണ് സിംഗുലർ, ഹേം ആണെങ്കിൽ പ്ലൂറൽ. ഇത് തന്നെ ഈ സെയിം തന്നെ എന്ത് വരും? തായുടെ അവിടെ രഹ വരും, തേയുടെ അവിടെ രഹേ വരും, തീയുടെ അവിടെ രഹി വരും. ഹേയും ഹേമും സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കാം മക്കളെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നട്ഖഡ് നാവ് ബനാത്താ ഹേ. ഇവിടെ വന്നപ്പോ എന്തായി? അവിടുത്തെ ബനാത്ത എന്നുള്ള ക്രിയയിലെ ബന എന്നുള്ള ക്രിയാധാതു എടുത്തു. ഓക്കെ അല്ലേ? ബന എന്നുള്ള ക്രിയാധാതു എടുത്തു. എന്നിട്ട് നോക്കിയേ, നട്ഖഡ് നാവ് ബന.
ഇവിടെ തായ് ആയതുകൊണ്ട് അല്ലെ, ഇവിടെ എന്താണ്, ഇവിടെ തായ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, ബനാ രഹാ ഹേ എന്നാക്കി. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത എന്തായിരിക്കും, ചട്പട് തൈർത്താ ഹേ, ചട്പട് എന്ത് ചെയ്യുന്നു, നീന്തുന്നു. ഇതിനെന്ത് ചെയ്യണം നമ്മള്, താത്കാലിക വർത്തമാന കാലത്തിലേക്ക് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഓക്കെ അല്ലേ? നോക്കാം എങ്ങനെയാണെന്ന്. യെസ്, എങ്ങനെയാണ് നോക്കാം മക്കളെ. ചട്പട് തൈർത്ത എന്നുള്ളതിലെ ക്രിയാധാതുവായ തൈർ എന്നുള്ളത് അവിടെ എടുത്തിട്ട് എന്ത് ചെയ്യും, തായ് ആയതുകൊണ്ട് രഹാഹേ എന്ന് മാറ്റി. ഓക്കെ ആണല്ലോ. അപ്പോ ചട്പട് തൈർ രഹാഹേ, ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യണം മക്കള്, സെറ്റ് ആയിട്ട് ഇത് പഠിക്കണം. താത്കാലിക വർത്തമാന കാലത്തിൽ നിന്ന് ഇത് തിരിച്ചും ചോദിക്കാം കേട്ടോ. എന്താണ്, താത്കാലികൾ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാമാന്യയിലേക്ക് എഴുതാനും പറയും. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് മക്കളെ, ചട്പടിനെ നട്ഖഡ് കോ കൈസേ ബച്ചായ, എങ്ങനെയാണ് ചട്പട് നട്ഖഡിനെ രക്ഷപ്പെടുത്തിയത് നോക്കിയാലോ. യെസ്, എങ്ങനെയാണ്, चटपट ने छड़ अपनी बस्ता पीठ से उतारकर पुल की मुंडेर पर रखा. പെട്ടെന്ന് തന്നെ ബാഗ് തോളത്തുനിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു മക്കളെ, ആ പാലത്തിന്റെ മുകളിൽ, കൈവരിയുടെ മുകളിൽ വെച്ചുകൊണ്ട് നദീമേം കൂത് പടാ, നദിയിലേക്ക് എടുത്തത് ചാടി. എന്നിട്ടോ ധോടി ദൂർ തൈർക്കർ അല്ലെ, എന്താണ്, കുറച്ചു നേരം നീന്തിയിട്ട് നട്കഡ് കോ ബച്ചായ, എന്ത് ചെയ്തു, അവൻ നട്കഡിനെ രക്ഷപ്പെടുത്തി. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത മക്കളെ, ചട്പടിനെ നദീമേ കൂദ്കർ നട്കഡ് की जान बचाई. इस प्रसंग पर नटखड़ की डायरी लिखी അല്ലെ, നട്ഖഡിന്റെ ഡയറി എഴുതാനാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കിയാലോ നട്ഖഡിന്റെ ഡയറി എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ ഡയറി എഴുതുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്, നമുക്ക് ആദ്യം അത് നോക്കാം. യെസ്, എന്താണ് ഡയറിയുടെ ഫോർമാറ്റ് ആണ്, താരിഖ് ഉണ്ടാവണം. താരിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ് ആണ് അല്ലെ മക്കളെ, ഒരു ഡേറ്റ് ഉണ്ടാവണം. പിന്നെ നോക്കിയേ, ആജ് മേ ബഹുത് ഖുഷ് ഓർ ദുഃഖ് അല്ലെങ്കിൽ മേ ആജ് ബഹുത് സുഖി ഓർ ദുഃഖി, ഈ ഒരു മീനിങ്ങിലേക്ക് വരും. എന്നിട്ടോ എന്താണ്, ആജ് മേ കൈസേ ഭൂലും, ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും എന്നുള്ളതാക്കും. ജസ്, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വിഷയം ആഡ് ചെയ്യും, അത് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കിയാലോ നട്ഖഡിന്റെ ഡയറി എങ്ങനെയായിരിക്കും എന്നുള്ളത്. യെസ്, നോക്കാം. എന്താണ്, ആജ് കാ ദിൻ ബഹുത് ഭയാനക് ദാ, ഇന്നത്തെ ദിവസം എന്തായിരുന്നു, വളരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ഇസ് ദിൻ മേ കൈസേ ഭൂലും, ഞാൻ എങ്ങനെ മറക്കും. ഘർ വാപ്പസ് ആത്തെ സമയ ഏക് ഘടന ഹുയി, ഒരു സംഭവം നടന്നു. हम नदी किनारे पहुंचे, नटखड़ पुल पर चढ़ने के बजाय नीचे उतर गया. पहले से बनाकर हुई कागज की नाव നദി മേ ചോടി. എന്താണ്, ഞാൻ എങ്ങനെ മറക്കും, കാരണം എന്താ, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു സംഭവം നടന്നു. ഹം നദിക്ക് കിനാരെ പഹുഞ്ചെ, ഞങ്ങൾ എവിടെ എത്തി, നദിക്കരയിൽ എത്തി അല്ലെ. അപ്പോഴോ നട്ഖഡ് എന്ത് ചെയ്തു, പുൽപ്പർ ചടനേക്ക് ബജായ് നീറ്റേ ഉത്തർ ഗയ, എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി, പാലം കയറുന്നതിന് വരെ താഴത്തേക്ക് ഇറങ്ങി. പഹലേസെ ബനാക്കർ, ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന പേപ്പർ ബോട്ടൊക്കെ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ഇട്ടു. അചാനക് ഉസ്കെ പാവ് ഫിസൽ ഗയാ വഹ് പാനി മേ ഗിർപട, പെട്ടെന്ന് തന്നെ കാൽ വഴുതി എന്ത് ചെയ്തു, വെള്ളത്തിൽ വീണു. മേ പാനി മേ കൂദ് കർ ഉസേ ബച്ചായ. ഘർ ആനെ കെ ബാദ് മേനെ മാ സെ ശിക്കായത്ത് നഹി കി, ഞാൻ അമ്മയോട് കംപ്ലൈന്റ് ചെയ്തില്ല. വീട്ടെത്തി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ശിക്കായത്ത് നഹി കി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഞാൻ കംപ്ലൈന്റ് ചെയ്തില്ല. എന്താ കംപ്ലൈന്റ് ചെയ്യാത്തത്, വോ മേരാ പ്യാരാ ബായ് ഹേ, അവൻ ആരാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. മക്കളെ ശ്രദ്ധിച്ചോ, ഇത് എഴുതിയിരിക്കുന്നത് ചട്പടാണ്. സെറ്റ് അല്ലേ, ചട്പടിന്റെ ഡയറിയാണ്. ചിലപ്പോ എക്സാമിന് നിങ്ങളോട് പറയാണ് നട്ഖഡിന്റെ ഡയറി എഴുതുക, വെള്ളത്തിൽ വീണ ദിവസത്തെ പറ്റി നട്ഖഡ് എഴുതുന്ന ഡയറി നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതണ്ടേ, എഴുതണം. അതിനെന്ത് ചെയ്യണം, ഇനി ഒരു പുതിയ ഡയറി പഠിക്കണോ, വേണ്ട. എന്ത് ചെയ്താൽ മതി, ഇതിന് കുറച്ച് മാൽ പ്രാക്ടീസ്, കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, നമ്മൾ എന്തായി, പുതിയ ഡയറി ആഡ് ചെയ്തു. നോക്കിയോ, ആജ് കാ ദിൻ ബഹുത് ഭയാനക്, രണ്ടുപേർക്കും ഭയാനകായിരുന്നു. ഒരാൾക്ക് കോമഡി ഒന്നും അല്ലായിരുന്നല്ലോ, രണ്ടുപേർക്കും പേടിയുള്ള ദിവസമായിരുന്നു. സെറ്റ് അല്ലേ. ഇനി എന്താണ്, ഇസ് ദിൻ മേം കൈസേ ഭൂലു, ഞാൻ എങ്ങനെ മറക്കും, അതും ഓക്കെയാണ്. ഘർ വാപ്പസ് ആത്തെ സമയ ഏക് ഘടന ഹുയി, വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു സംഭവം നടന്നു, അതും കറക്റ്റ്. ഇനി എന്താണ്, ഹം നദിക്ക് കിനാരെ പഹുഞ്ച, ഞങ്ങൾ നദിക്കരയിൽ എത്തി, അവിടം വരെ ഓക്കെയാണ്. ഇനി ഇവിടെ എന്താണ്, നട്ഖഡ്, കണ്ടല്ലോ, ഇത് ചട്പട് പറയുന്നതുകൊണ്ട് നട്ഖഡ് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യാ, ഇവിടുന്ന് മേം നട്ഖഡ് എന്നുള്ളത് എന്താക്കുക, ഞാൻ എന്റെ പേരാക്കാൻ, മേം പുൽപ്പർ ചടനേക്ക് ബജായി നീച്ചെ ഉത്തർ ഗയ, ഞാൻ പാലം കയറുന്നതിന് പകരം ഇറങ്ങി വന്നു. പഹലേസെ ബനാക്കർ രഖി കാഗസ് കി നാവ് നദീമേ ചോടുതി, കുഴപ്പമില്ല. അചാനക് ഉസ്കെ എന്നുള്ളത് മാറ്റിട്ട് എന്താക്കണം, മേരെ. ഓക്കെ ആണല്ലോ. അചാനക് ഉസ്കെ എന്നുള്ളത് എന്താക്കുക മക്കളെ, മേരെ എന്നാക്കുക. മേരെ പാവ് ഫിസൽ ഗയ ഓർ മേം അല്ലെ, അവർ വഹം പറയരുത്, മേം പാനി മേം
ഗിർ പഠ. ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ മാറ്റേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ നട്ഖട ആയിട്ട് എഴുതുമ്പോൾ ഉസ്കെ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കും, മേരയാവും. അതുപോലെ തന്നെ എന്താവും, ഇവിടെ നോക്കിക്കോ, എന്താണ് വഹ എന്നുള്ളത് എന്തൊക്കെ മാറ്റിയിട്ട് ഈ വഹ് എന്നുള്ളത് മാറ്റി മേമായി മാറും. ഓക്കെ ആണല്ലോ, ഇത് മേമായി മാറും. മേ പാനി മേ ഗിർപട. നോക്കിയേ, ഇനി ഇവിടുത്തെ മേം മാറിയിട്ട് എന്തായി, ഭായി ആയി അല്ലെ. ഇവിടെ നട്ഖടാണ്, സോറി ചട്പടാണ്. അപ്പൊ എന്ത് ചെയ്യും, ഭായി പാനി മേ കൂദ്കർ ഉസേ അല്ല മുഛേ ബച്ചായ. ഉസേ എന്നുള്ളിടത്ത് എന്താണ്, മുഛേ അല്ലെ. वो पानी में कूदकर मुझे बचाया. घर आने के बाद भाई ने, मैंने എന്നുള്ളിടത്ത് എന്താക്കണം, ഭായിനെ മാസെ ശിക്കായത്ത് നഹി കി. ഇവിടെ മേനെ എന്നുള്ളത് എന്തായി മക്കളെ, ഈ മേനെ എന്നുള്ളത് മാറ്റിയിട്ട് ഭായിനെ നാക്കുക കേട്ടോ. ഭായിനെ മാസെ ശിക്കായത്ത് നഹി കി. എന്തുകൊണ്ടാണ്, വഹ് എന്താണ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്യോംകി വഹ് മേരാ പ്യാരാ ഭായി ഹെ. അതിന് തെറ്റൊന്നുമില്ല, അവൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. രണ്ടുപേര് പറഞ്ഞാലും ഓക്കെ, അതാണ് റീസൺ. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്ക. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും മറക്കില്ല എന്നുള്ളതും കൂടി കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ എന്തായി മക്കളെ, അവിടെ നമുക്ക് ഡയറി ആയി. ഓക്കെ ആണല്ലോ, അവിടെ നമുക്ക് ഡയറി ആയി. 2 ഡയറി, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റ ഡയറിയിൽ എന്തായി, 2 ഡയറി നമ്മൾ എഴുതിയില്ലേ, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത് നോക്കിയാലോ. എന്താണ്, ചട്പട് ने नदी में कूदकर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരെ. എന്ത് ചെയ്യണം, പോസ്റ്റർ തയ്യാറാക്കണം. എന്താണ് അവിടെ നടക്കുന്നത്, അവിടെ നടക്കുന്നത് ബധായി സമാരോഹമാണ് അല്ലെ. ബധായി സമാരോഹം നടക്കുമ്പോൾ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ്. നോക്കിയാലോ മക്കളെ. യെസ്, നോക്കാം എങ്ങനെയാണ് പോസ്റ്റർ വരുന്നത് നോക്കിയാലോ. എന്താണ് ബധായി സമാരോഹ്, എന്താണ് ഭായി കി ജാൻ ബച്ചായി ഹമാരെ സ്കൂൾ കെ വീര ബാലക്, വീര നായക്, എന്ത് വേണമെങ്കിലും ആക്കാം, വീർ നായർ നായക് ചട്പട് കോ ഹാർദിക് ബധായിയ. ഭായിയുടെ ജീവൻ രക്ഷിച്ച ഞങ്ങളുടെ സ്കൂളിലെ വീരനായകനായിട്ടുള്ള ചട്പടിന് ഹാർദിക് ബധായിയാം. സ്കാൻ ദേസ്ഥാൻ സ്കൂൾ സഭാഗൃഹ്, സമയായി സുബഹ് 10 बजे, താരിഖ് 11 ജൂൺ 2000, 11 ജൂൺ 2000. ഉദ്ഘാടൻ അരുൺ കുമാർ IAS. ആര് വേണമെങ്കിലും ആവാം, ഞാനൊരു പേരിട്ടുന്നേ ഉള്ളൂ, അരുൺ കുമാർ IAS. സബ്കാ സ്വാഗത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം, എന്താണെന്നറിയോ നോക്കിയേ. സ്ഥാൻ പറഞ്ഞു, സ്കൂൾ സഭാഗൃഹ്, ഇത് എവിടെയാന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ. യെസ്, അതിന് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കി, APJ HSS സ്കൂൾ ആലുവ. വെറുതെ ഒരു പേര് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഏത് സ്കൂളിന്റെ പേര് വേണമെങ്കിലും എഴുതാം, ഏതെങ്കിലും ക്ലബ്ബ് എഴുതണമെങ്കിൽ ക്ലബ്ബ് എഴുതാം. അപ്പൊ എന്താണ് അവിടെ നോക്കി, APJ HSS സ്കൂൾ ആലുവ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി സ്ഥലം അതാണ്, സ്കൂൾ സഭാഗൃഹായി. ഓക്കെ ആണല്ലോ, അവിടെ വേറെ അഡ്രസ് കൊടുക്കേണ്ട കാര്യമില്ല. സെറ്റ് അല്ലേ മക്കളെ. യെസ്, നമുക്ക് അടുത്തേക്ക് പോയാലോ. യെസ്, നെക്സ്റ്റ് എന്താണ്, വീണ്ടും അടുത്ത സെറ്റ് തന്നിരിക്കുകയാണ്. സൂചന, ചട്പട് और नटखट कहानी का यह अंश पढ़े, പ്രശ്നവും के उत्तर लिखिए. ചട്പട് നട്ഖടിന്റെ ഈ പാഠഭാഗം വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയ മക്കളെ. ചട്പട് परेशान हो जाता है और घर लौटकर मां से शिकायत करता है, मां छोटा बहुत परेशान करता है. मां छोटा है ना, मां मुस्कुरा देती और बड़े को तो छोटे का ध्यान ही रखना पड़ता है. മക്കളെ, ഈ പാരഗ്രാഫ് എന്താണ്, വീണ്ടും റിപ്പീറ്റേഷനിൽ വന്നിരിക്കുകയാണ് അല്ലെ. നോക്കാം നമുക്ക്. എന്നിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. കഹാനിക്ക് ലേഖക് കോൻ ഹെ. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, എന്താണ് കഹാനി എഴുതിയതാരാണ്, ചോദിക്കാൻ വേണമെങ്കിൽ അല്ലെ. ചോദിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ, ഇല്ല. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഇത്, ഡീറ്റെയിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കഹാനിയുടെ ലേഖകൻ ആരാണെന്നും പറഞ്ഞു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും. യെസ്, നോക്കാം എന്തെഴുതും മക്കളെ. രമേഷ് ഉപാധ്യായ്. സെറ്റാണല്ലോ, രമേഷ് ഉപാധ്യായ് എന്ന് എഴുതി. ഇനി എന്തൊക്കെ, മാ ചോട്ടാ എന്താണ്, ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹേ, യേ കിസ്നെ കഹാ, ഇതാരാണ് പറഞ്ഞത് എന്നുള്ളതാക്കി. അപ്പൊ എന്തായി, ഉത്തരം എന്താ മക്കളെ, ചട്പടിനെ കഹാ എന്നായി. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയാലോ മക്കളെ. യെസ്, എന്താണ്, और बड़े को तो छोटे का ध्यान ही रखना पड़ता, क्या मतलब है, इसका अर्थ क्या है എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ആണല്ലോ, അത് എന്തായിരിക്കും നോക്കാം മക്കളെ. और बड़े को तो छोटे का ध्यान रखना ही पड़ता, इस कथन से यह समझ जा सकता है कि बड़े लोग छोटे की देखभाल के लिए जिम्मेदार है, क्योंकि वे सही गलत के अंदर नहीं जानते. ഓക്കെ ആണല്ലോ, അവർക്ക് എന്തറിയില്ല, ഇവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അന്തരം എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയ മക്കളെ. ബഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ ഹി രഖനാ പഡ്താ ഹേ, ഇസ് കഥൻ സേ, ഈ ഭാഗത്തും കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, അവിടെ എന്താണ് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എഴുതാണ്. ഇവിടെ ക്യോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്താണ്, ബഡേക്ക് അല്ലെ, ബഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ ഹി രഖനാ പഡ്താ, ക്യോം എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയ മക്കളെ. ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും, ക്യോം എന്നായിരിക്കും വരുന്നത് അല്ലെ.
എന്താണ് ക്യോം എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരും കേട്ടോ. ക്യോമും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ക്യോം വരുമ്പോ എന്താ മക്കളെ, ക്യോം വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം बड़े को तो छोटे का ध्यान रखना पड़ता है. इस कथन से समझा जा सकता है कि बड़े लोग छोटे की देखभाल के लिए जिम्मेदार है. ചെറിയവർ എന്ത് ചെയ്യണം, വലിയവരെ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. ചോട്ടെ എന്താണ്, ക്യോംകി വേ സഹി और गलत के अंदर में नहीं जानते അല്ലെ. എന്താണ്, അവർ നമുക്ക് തെറ്റും ശരിയും തമ്മിലുള്ള അന്തരോ അല്ലെങ്കിൽ തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നോക്കിയാണല്ലോ. യെസ് മക്കളെ, അപ്പൊ നാലാമത്തെ നോക്കിയേ എന്താണ്, नटखट ने छटपट को बहुत परेशान कारण है. इसके संबंध എന്താണ്, മാ और छटपट के बीच की वार्तालाप അല്ലെ. എന്താണ് അവിടെ പറയുന്നത്രേ ഉള്ളൂ, നട്ഖട് എന്താണ്, छटपट को बहुत परेशान करता है അല്ലെ. പരേശാൻ കർത്താ ഹെ എന്നാണ് കേട്ടോ മക്കളെ. എന്താണ് പരേശാൻ കർത്താ ഹെ എന്നുള്ളതാണ്. യെസ് മക്കളെ, കർത്താ ഹെ എന്നാണ് കേട്ടോ. അപ്പൊ എന്താണ്, നട്ഖടിനെ छटपट को बहुत परेशान करता है. इसका संबंध माँ और छटपट के बीच की वार्तालाप. അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. യെസ് നമുക്ക് നോക്കാം. യെസ് എന്താണ് നോക്കാം മക്കളെ. മാ അരേ छटपट ഇത്തനെ പരേശാൻ ക്യോ ഹെ. അല്ലയോ ചട്പടേ, എടാ ചട്പടേ മോനെ, എന്താ നീ ഇത്ര ഡിസ്റ്റർബ് ആയിരിക്കുന്നത്. ചട്പട് മാ ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹെ. അമ്മേ അനിയൻ ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നു. എന്താണ് കൈസെ എങ്ങനെ. छटपट वह रास्ते में बार बार रुकता है. मुझे बड़ा इंतजार करना पड़ता है. എനിക്ക് കുറെ നേരം അവൻ ഇടക്കിടക്ക് നിൽക്കും, എനിക്ക് എന്താണ് കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മാ तो क्या तू बड़ा तो है ना, നീ വലിയവനല്ലേ, പിന്നെന്താ കുഴപ്പം. അപ്പൊ छटपट പറഞ്ഞു नहीं माँ स्कूल पहुंचने में देरी होती है. അല്ല അമ്മേ വീട്ടിലെത്തുമ്പോഴത്തേനും എന്താണ് വൈകുന്നു. മാ സഹി കഹാ തൂനെ അല്ലെ. എന്താണ് നീ പറഞ്ഞത് ശരിയാണ് അല്ലെ. छटपट उसका हाथ पकड़कर दौड़ना भी पड़ता है. അമ്മ അവന്റെ കൈ പിടിച്ച് ഓടേണ്ടതായിട്ട് വരുന്നുണ്ട്. മാ ചോട്ടാ ഹേനാ അല്ലെ. യെസ് ചോട്ടാ ഹേനാ. तो छटपट छोटा है तो क्या हुआ, ചെറുതായാൽ എന്താ. माँ बड़े को तो छोटे का ध्यान रखना ही पड़ता है. വലിയവർക്ക് എന്ത് ചെയ്യണം, ഇളയവരെ നോക്കേണ്ടതായിട്ടുണ്ട്. छटपट ठीक അമ്മ, ശരി അമ്മേ എന്ന് പറഞ്ഞു അല്ലെ മക്കളെ. ഇത് അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലെ. എന്താ പറയുന്നത്, അമ്മ ഓരോ കാര്യങ്ങൾ പറയണം. അമ്മ അനിയൻ എന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ പറയുന്നത് അവൻ ചെറുതല്ലേ എന്ന് ചോദിക്കുന്നു. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇടക്കിടക്ക് നിന്ന് അവൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറയുമ്പോ എന്ത് ചെയ്യും, അതിനെന്താ തൂത്തോ ബെടാഹന. യെസ് അപ്പം പറയും നെഹി മാ സ്കൂൾ പഹുഞ്ചനമേ ദേരി ഹോ ഗയി. അവിടെ എത്തുമ്പോഴത്തേനും വൈകുകയാണ് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. സഹി കഹാ തൂനെ, നീ പറഞ്ഞത് ശരിയാണ്. छटपट उसका हाथ पकड़कर दौड़ना भी पड़ता है. അവന്റെ കൈ പിടിച്ച് ഓടേണ്ടി വരുന്നുണ്ട്. അപ്പോഴും അമ്മ പറയും ചോട്ടാ ഹേനാ, ചെറുവനല്ലടാ അല്ലെ. അപ്പൊ എന്ത് പറയും, ചോട്ടാ ഹേ തോ ക്യാ ഹുവാ, ചെറിയവനായാൽ എന്താ അല്ലെ. പറയും ബഡേ കോ തോ ചോട്ടേ കാ ധ്യാൻ രഹനാ ഹി പഡ്താ ഹെ. ചെറിയവര് വലിയവരെ നോക്കണല്ലോ, വലിയവര് ചെറിയവരെ നോക്കണം മോനെ എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ അവൻ എന്ത് പറയും, ടീഖേ അമ്മ, ശരി അമ്മേ എന്ന് പറയും. സെറ്റ് അല്ലേ. അപ്പൊ ഈ കോൺവെർസേഷനും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. യെസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കഹാനി കെ പാത്രോം കി വിശേഷതായും പഹച്ചാൻ और സലിഹി മിലാൻ കരെ. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആണ് അല്ലെ. ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർഡർ എന്നൊക്കെ സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നട്ഖട് ചട്പട് അല്ലെ, 1 2 കൊടുത്തു. ഇവിടെ എന്തൊക്കെയാണ്, കാഗസ് കി നാവ് ബനാന ആത്താ ഹെ, നദി മീൻ തൈർന ആത്താ ഹെ അല്ലെ. എന്താണ്, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയാം, നദിയിൽ നീന്താൻ അറിയാം. പിന്നെ ബാഗ് സെ ആം തോടുത്താ ഹെ അല്ലെ, പൂന്തോട്ടത്തിൽ നിന്ന് ബാഗിൽ നിന്ന് എന്ത് ചെയ്യും, മാങ്ങ പൊട്ടിക്കും. മാസെ സിക്കായത്ത്, അമ്മയോട് കംപ്ലൈന്റ് ചെയ്യും. ബർഗദ് കി ജഡേം പക്കടുക്കർ ചൂൽത്താ ഹെ, ചൂലാ ചൂൽത്താ ഹെ. എന്താണ്, ചോട്ടേ കാ ഹാത്ത് പക്കടുക്കർ ദൗഡാത്താ ഹെ. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ഇത് എങ്ങനെ നമുക്ക് ക്രോസ് മാച്ച് ചെയ്യാം. ഓക്കെ അല്ലെ, നോക്കിയാലോ. യെസ് എന്താണ് മക്കളെ, ഒന്നെന്ന് പറഞ്ഞാൽ നട്ഖടാണ്. നട്ഖഡിന് എന്ത് ചെയ്യാം, ക ഏതാണ്, കാഗസ് കി നാവ് ബനാന ആത്താ ഹെ അല്ലെ, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയാം. പിന്നെയോ ഗായിൽ എന്താ പറയുന്നത്, ബാഗ് സെ ആം തോടുത്താ ഹെ, പൂന്തോട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പൂക്കൾ പൊട്ടിക്കുന്നു. സോറി പൂക്കളല്ല, മാങ്ങ പൊട്ടിക്കുന്നു. പൂന്തോട്ടം എന്നുള്ള ഇവിടെ ഗാർഡൻ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഇനി എന്താണ് മക്കളെ, ഞാൻ പറയുന്നത് എന്താണ്, ബർഗദിക്ക് ജഡയും പക്കെടുക്കുക അല്ലെ, ആലിന്റെ ആ താഴത്തേക്ക് വരുന്ന വേര് പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിൽ ആടുമായിരുന്നു. ബാക്കി വരുന്നത് ഖ നദീമേൻ തൈരണ ഛട്പടുക്കാത്ത ഹെ. ദെൻ എന്താണ്, മാസെ ശിക്കായത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു, ഛട്പടാണ്. ലാസ്റ്റ് എന്താണ്, ചോട്ടേ കാ ഹാത്ത് പക്കെടുക്കർ ദൗഡാത്ത ഹെ, അനിയന്റെ കൈ പിടിച്ചോടുന്നു. ഇതുമാരാണ്, ഛട്പടാണ്. സെറ്റ് അല്ലേ. അപ്പൊ അതും ഓക്കെയാണ് അല്ലെ. യെസ് നമുക്ക് അടുത്ത് നോക്കിയാലോ മക്കളെ. യെസ്
എന്താണ് അവിടെ വരുന്ന എന്താണ് സഹി വികൽപ്പ ചുൻകർ ലിഖിയെ എന്നുള്ളതാണ് അല്ലെ. സഹി വികൽപ്പാണ്. എന്താണ് ഇതും ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമർ തരാം, എന്നിട്ട് എന്ത് ചെയ്യും നോക്കാം മക്കളെ. മേ പ്ലസ് കോ മുഛേ, മേം പ്ലസ് കെ മുഛേ, മേം പ്ലസ് കോ മുഛേ, മേം പ്ലസ് കെ മുഛേ. ഇതിന് മക്കളെ രണ്ടാമത്തെ സെറ്റില് താഴെയുള്ള ഈ രണ്ടെണ്ണം അല്ലെ, ഇതും അതുപോലെ എന്താണ് ഇതും, ഇത് രണ്ടും അണ്ടർസ്റ്റുഡ് ആണ്. എന്താണ് ഒരിക്കലും ഇത് വരാൻ സാധ്യതയില്ല. കാരണം എന്താണ് ഇത് ഒരു വരെയും കുത്തുള്ള മേം സർവനാമല്ല. അപ്പൊ എന്തായാലും മുകളിൽ നോക്കി ആദ്യത്തെ ആണ് അല്ലെ, മേം പ്ലസ് കോ മുഛേ അല്ലെങ്കിൽ മുച്ച്കോ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. യെസ്, നോക്കാം നമുക്ക്. എന്താണ് മേം പ്ലസ് കോ മുഛേ അല്ലെങ്കിൽ മുച്ച്കോ ആണ്. നോക്കിയാലോ. യെസ്, നോക്കാം. ഇനി അടുത്തത് എന്താണ് മേം പ്ലസ് കോ മുഛേ. യെസ്, എന്താണ് മേം പ്ലസ് കോ മുഛേ അല്ലെങ്കിൽ മുച്ച്കോ. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കിയാൽ മക്കളെ. ഉന്മേം നിഹിത് സർവനാം ചുൻകർ ലിഖിയെ. ഉന്മേം എന്നുള്ളതില് അതിലെ നിഹിതമായിട്ടുള്ള സർവനാം ഏതാണ്? യെസ്, ഉന്മേമേ നിഹിത് സർവനാം ചുൻകർ ലിഖിയെ എന്നാണ്. ഉന്മേം എന്നുള്ള വേർഡിലെ സർവനാം ഏതാണ്? ഓട്ടോമാറ്റിക്കലി അറിയാം ഉന്നായതുകൊണ്ട് എന്തായിരിക്കും, ഉന്നായതുകൊണ്ട് വേ ആണ് അല്ലെ. അതിലെ ആൻസർ എന്താണ്? വേ. ഉന്മേമേം നിഹിത് സർവനാം ക്യാ ഹേ? വേ ഹേ. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ എന്താണ് ഈ ഒരു പാറ്റേണും ഷുവർ ആയിട്ടും ചോദിക്കാനും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. ഇതും ഒരു ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് പാറ്റേണും ഷുവർ ആയിട്ടും പഠിച്ചു വെക്കുക. ഈ ഗ്രാമർ നിങ്ങളോട് ചോദിക്കും. റെഡി ആണല്ലോ. യെസ് മക്കളെ, ശ്രദ്ധിക്കുക. ചാപ്റ്ററിലെ ഏകദേശം വരാൻ സാധ്യതയുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കൾ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് വായിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ ആണല്ലോ. യെസ്, ബൈ.